റിലയൻസ് സ്മാർട്ടിന്റെ സേവനം ഇവിടെ പൂർണ്ണമായിരിക്കും. ഷോപ്പ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സും ബില്ലിംഗ് കൗണ്ടറിൽ ബില്ലിംഗ് പൂർത്തീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലെ സെന്റ് ജെയിംസ് ആശുപത്രിയുടെ അടുത്തുള്ള റിലയൻസ് സ്മാർട്ട് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് ലൈഫിൻ്റെ ചക്കി ആട്ട എന്ന് പറയുന്ന ഒരു ആട്ടപ്പൊടിയിൽ പുഴുവിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട സംഭവം എന്നെ അറിയിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള റെസിഡൻഷ്യൽ ഏരിയയിലായിട്ടുള്ള നോർത്ത് ചാലക്കുടിയിലെ ജിതിൻ കാട്ടാൽ എന്ന് പറയുന്ന ചേട്ടനാണ്. അദ്ദേഹം ഒരു 3-4 ദിവസങ്ങൾക്ക് മുൻപ് ഇതേ സൂപ്പർ മാർക്കറ്റിൽ നിന്നും റവയും മറ്റ് സാധനങ്ങളും വാങ്ങിച്ചു. ഈ റവ വാങ്ങിച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ച് നോക്കുന്ന സമയത്താണ് അതിൽ പുഴുവിനെ കണ്ടത് ഒരു 3-4 ദിവസം മുൻപ്. അതിനുശേഷം അദ്ദേഹം ഇവിടെ വന്ന് ഈ സൂപ്പർ മാർക്കറ്റിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ബില്ല് കൊടുക്കാൻ പറഞ്ഞു. ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരത് കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്തു. കമ്പനി ജിതിൻ കാട്ടാളുമായിട്ട് കോംപ്രമൈസിന് ശ്രമം നടത്തി. അതായത് ഒരു 10 പാക്കറ്റ് സാധനങ്ങൾ വേറെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളതങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇന്ന് ഈ ജിതിൻ കാട്ടാളിൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു ജിതിൻ, ഈ ഫുൾ നെയിം അറിയില്ല, മറ്റൊരു ജിതിൻ ഇവിടെ വന്ന് ആള് ഇതുപോലെ തന്നെ ആട്ട വാങ്ങിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗുഡ് ലൈഫിൻ്റെ ഈ ആട്ടപ്പൊടിയിൽ പുഴുവിനെ വീണ്ടും കാണുന്നു. ആളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വീഡിയോ എടുത്തിട്ട് നേരെ വേറൊരു ആട്ടപ്പൊടി കമ്പനിയുടെ വീട്ടിൽ കൊണ്ടുപോയി. അതിനുശേഷം ജിതിൻ കാട്ടാളിൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ അന്ന് കാണിച്ചെന്ന വീഡിയോ പോലെ തന്നെ ഇപ്പോഴും എനിക്കും കിട്ടി അവിടെ പുഴുണ്ട്. അങ്ങനെയാണ് ഈ രണ്ട് ജിതിന്മാരും കൂടിയിട്ട് ഈ സ്മാർട്ട് ബസാറിലേക്ക് വരികയും ഇവിടേക്ക് വരികയും റിലയൻസിൻ്റെ സ്മാർട്ട് ഇതിലേക്ക് വരികയും ഇവിടെ വന്ന് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ സ്ഥിതി ഇതാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക, ചാലക്കുടിയിൽ ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കൾ എവിടെ നിന്നാണ് കിട്ടുക? അതിനേക്കാൾ ഉപരി ഒരു ഭക്ഷ്യ വസ്തുവിൻ്റെ ഉള്ളിൽ പുഴുവിനെ മറ്റു സാധനങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഒരു സാധാരണക്കാരൻ ചെയ്യുക? പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസിനെ ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട്. ഹെൽത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് അത് പരിശോധിക്കാനുള്ള അധികാരമില്ല. ഫുഡ് സേഫ്റ്റിക്ക് മാത്രമാണുള്ളത്. ഈ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരെ എപ്പോൾ വിളിച്ചാണ് കിട്ടുക? എന്തായിരുന്നാലും ഇതിന് വ്യത്യസ്തമായിട്ട് ചാലക്കുടി പോലീസിനെ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. ചാലക്കുടി നഗരസഭയിൽ ഹെൽത്ത് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ഷിഫ സന്തോഷ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ UDFിന്റെ പാർലമെന്റ് പാർട്ടിയിലെ ഷിബു ആലപ്പി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ അതുമായി ഉദ്യോഗസ്ഥരോട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ പറഞ്ഞത് ആ ബാച്ച് മൊത്തം അത് വളരെ പഴകിയ ആട്ടപ്പൊടിയാണ്. അതിൻ്റെ ഉള്ളിൽ ഇനിയും ഇതുപോലെയുള്ള പുഴുക്കൾ സാധനങ്ങൾ കാണുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ എടുക്കുകയാണ്. നമ്മുടെ ചാലക്കുടിക്കാരുടെ ഒരു സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഏറ്റവും ഗുണമേന്മയുള്ള സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത്. ഇവിടുത്തെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള ഒരു സാധനം ഒരു സാധനക്കാരന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ഇതിപ്പോൾ ഈ ജിതിൻ കാട്ടാളിന്റെ കുട്ടികളോ വേറെ എല്ലാവരും കൊണ്ടുപോയി അത് തിന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ആരാണ് ഇതിന് ഉത്തരം പറയാം? ആരാണ് ഇതിന് ഉത്തരം പറയാം? ആളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ വേറെ ആളുടെ ബന്ധുക്കളുടെ ആർക്കെങ്കിലും ഈ സാധനം കഴിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ആരാണ് ഇതിന് ഉത്തരവാദിത്തം പറയാം? വളരെ ശോചനീയമാണ് ഇവിടുത്തെ സ്ഥിതി. അതായത് ഞങ്ങൾ ഒരു 2 ആഴ്ച മുമ്പ് ഞാനൊരു റവയുടെ ഒരു 1/2 കിലോന്റെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. 1/2 കിലോണോ 1 കിലോണോ എനിക്ക് അത്ര ഇതറിയില്ല. ഈ ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് കാറ്റീസിന് പോകാനായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോകുന്ന സമയത്ത് പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല. പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് അതിൽ കണ്ടത്. അതിൽ പുഴു നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരു ബില്ല് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗുഡ് ലൈഫ് എന്ന് പറയുന്ന സാധനം എൻ്റെ അറിവിൽ റിലയൻസ് ആണ് ചെയ്യുന്നത്. അവരുടെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് എലൈറ്റിൻ്റെ ഒരു റവയുടെ പൊടി അതിന് കോമ്പൻസേഷൻ തന്നു. ഇന്ന് 14-ാം തീയതി, അതായത് കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം ഇന്ന് വെള്ളിയാഴ്ച എന്നെ ആസാമിൽ നിന്ന് അവരെ ഹെഡ് ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു കോമ്പൻസേഷനായിട്ട് 10 പാക്കറ്റ് റവയുടെ പൊടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 10 പാക്കറ്റ് തരേണ്ട കാര്യമില്ല, എൻ്റെ വീട്ടിൽ 4 പേരുള്ളൂ, അപ്പോൾ എൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചപ്പോൾ എനിക്ക് കോമ്പൻസേഷനായിട്ട് അവർ ഇത്ര സാധനങ്ങൾ എഴുതി തന്നിട്ടുണ്ട്, അതിലേത് പാക്കറ്റ് വേണമെങ്കിലും സാർ എടുത്തോളാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ആ നിൽക്കുന്ന സമയത്താണ് വൈകുന്നേരം ഞാൻ ഇവിടെ കാർസ് ഇന്ത്യ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. കാർസ് ഇന്ത്യ റെസിഡൻസ് അസോസിയേഷനിൽ വേറെ 2 കുടുംബാംഗങ്ങൾ ഇവിടെ വന്നപ്പോൾ ചക്കി ആട്ടയിൽ ഒരു പുഴുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കംപ്ലൈന്റ് വന്നു. അസോസിയേഷൻ്റെ ഒരു രീതിയിൽ ഞാനിവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ പുഴുവിനെ നമ്മൾ നേരിട്ട് കണ്ടു, വീഡിയോയിലും ആ സാധനം ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇവരായിട്ട് സംസാരിച്ചത്. അപ്പൊ അവര് പറയുന്നത് സാറേ ഇത് പ്രശ്നമാക്കരുത്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരാണ് ഇതിന് ഉത്തരവാദിത്തം പറയാ? ഇത് പൊട്ടിക്കാത്ത പാക്കറ്റാണ്, ഇപ്പോഴും ഇരിക്കുന്നത് ഇവിടെ പൊട്ടിക്കാത്ത പാക്കറ്റാണ്. പൊട്ടിച്ച് കഴിഞ്ഞിട്ടില്ല, ഡേറ്റ് ഉണ്ട്, എക്സ്പയറി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാൽ പുഴ എഴുതുന്നത് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് വിശ്വസിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊരു സ്ഥാപനം പൂട്ടിക്കാനോ കാര്യങ്ങൾക്കോ അല്ല. നമ്മുടെ ഇവിടെ അടുത്ത് വരുന്നത് നല്ല കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകണം.